പാക് അധീന കശ്മീർ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ ജനവികാരം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം ഇപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയാണ് ഈ സമരം. പാകിസ്ഥാൻ ഭരണകൂടം പാക് അധീന കശ്മീരിനോട് വലിയ നീതികേട് കാട്ടുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. വർഷങ്ങളായി പാകിസ്ഥാൻ അധീന കശ്മീരിൽ ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഈ പാക് അധിനിവേശ കശ്മീർ. അതിനെ നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഭരണം നടത്തുവാനായി ഒരു നിയമസഭയൊക്കെയുണ്ട്. എങ്കിലും പാകിസ്ഥാൻ ഭരണകൂടം ഇവിടെ അനധികൃതമായ ഇടപെടലുകൾ നടത്തുന്നുവെന്നാണ് ഈ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ പരാതിപ്പെടുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടിയ ദാരിദ്ര്യവും പട്ടിണിയുമാണ്. അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നില്ല. വൻ വിലക്കയറ്റമാണ് ഓരോ ഭക്ഷ്യവസ്തുക്കൾക്കും. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം അതിനുമപ്പുറത്തേക്ക് വളരുന്നു. അതോടൊപ്പം തന്നെ ഊർജ പ്രതിസന്ധി അടക്കം ഈ പാക് അധിനിവേശ കശ്മീരിൽ ശക്തമാവുകയാണ്. വൈദ്യുതിക്ക് പൊന്നും വിലയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ ജനങ്ങൾ പട്ടിണിയിലായ ഒരു സാഹചര്യമുണ്ട്. ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടാണ്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ ഇന്ത്യൻ കശ്മീരുമായിട്ടാണ് കാര്യങ്ങൾ താരതമ്യം ചെയ്യുന്നത്. 2019 ശേഷം ഇന്ത്യയിലെ കശ്മീർ അതീവ സുരക്ഷാ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ തീവ്രവാദവും വിഘടനവാദവും അക്രമ പ്രവർത്തനങ്ങളുമെല്ലാം ഇല്ലാതായിരിക്കുന്നു. സമാധാനത്തിലേക്ക് കശ്മീർ മടങ്ങിപ്പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കശ്മീരിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. ടൂറിസം മെച്ചപ്പെട്ടു. അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അത് മെച്ചപ്പെട്ടു. മാത്രമല്ല, വളരെ തുച്ഛമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ കഴിയും. കൃഷി അവിടെ ധാരാളമുണ്ട്. വിലക്കയറ്റമില്ല. ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള സദ്ഭരണം ഇന്ത്യൻ കശ്മീരിൽ നടക്കുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് പട്ടിണിയാണ്. സർക്കാർ അവരെ ദ്രോഹിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ജനങ്ങളുടെ ആശയ്ക്കൊത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ഏറെ നാളുകളായി ഉണ്ട്. ഇപ്പോഴിതാ പ്രക്ഷോഭം എല്ലാ അതിർത്തികളും ലംഘിച്ച് പാക് ഭരണകൂടത്തിന് നേരെ മുന്നേറുകയാണ്. ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വലിയ സമരം നടത്തുകയാണ്. അവർ ഈ റാവലക്കോട്ടിലേക്കും വേണ്ടി വന്നാൽ ഇസ്ലാമാബാദിലേക്ക് വരെ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിലെ പ്രക്ഷോഭങ്ങൾ ഇന്ത്യ മുതലെടുത്തേക്കുമോ എന്നൊരു ഭയം ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയാണ് പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ. അതോടൊപ്പം തന്നെ വൻതോതിലുള്ള ആയുധ വിന്യാസവും പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. യുദ്ധസമാനമായ ആയുധ വിന്യാസമാണ് പാകിസ്ഥാൻ സൈന്യം അവിടെ നടത്തുന്നത്. 8000-ഓളം പാക് റേഞ്ചർമാരാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിലെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമരത്തെ ഏത് വിധേനയും അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ്റെ ശ്രമം. എന്നാൽ പാകിസ്ഥാൻ്റെ ഈ നടപടിക്കെതിരെ ഇന്ത്യ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കശ്മീരിനെ വർഷങ്ങളായി പാകിസ്ഥാൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ കാണുന്നതെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അതായത് കടുത്ത മനുഷ്യാവകാശ ലംഘനം പാക് അധീന കശ്മീരിൽ നടക്കുന്നു. ജനങ്ങൾ വലിയ രീതിയിൽ രോക്ഷാകുലരാണ്. കാരണം അവരുടെ ഭരണകൂടം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ ആഹാരത്തിനും വസ്ത്രത്തിനും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന സമരക്കാരെ മനുഷ്യത്വരഹിതമായിട്ടാണ് പാക് പട്ടാളം കൈകാര്യം ചെയ്യുന്നത്. അവരെ അടിച്ചമർത്താനായി വൻതോതിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ കൊണ്ടുവന്ന് നിരത്തിയിരിക്കുന്നു. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് പാക് അധീന കശ്മീരിലെ ജനതയോട് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഇന്ത്യ ആരോപിച്ചിരിക്കുകയാണ്. എന്തായാലും പാക് അധീന കശ്മീരിൽ വലിയ സേനാവിന്യാസവും ആയുധവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത്. കാരണം പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ പ്രക്ഷോഭ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം
പാകിസ്ഥാൻ അധീന കശ്മീരിലേക്ക് ഇരച്ചു കയറുമോ എന്ന് പാകിസ്ഥാന് ഭയമുണ്ട്. അതിൻ്റെ കാരണം ഇവിടെ ഭരിക്കുന്നത് അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ നയമുള്ള സർക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ്. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ എത്രയും വേഗം അവിടെ നിന്ന് തിരിച്ചു പോകണമെന്നും ഇല്ലെങ്കിൽ ആ ഭൂമി ഏത് സമയം വേണമെങ്കിലും ഇന്ത്യൻ സൈന്യം പിടിച്ചെടുക്കുമെന്നും ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കുന്ന ഇന്ത്യൻ സർക്കാരിനെ പാകിസ്ഥാന് ഭയമാണ്. POKയിൽ ഇന്ത്യ കടന്നു കയറാതിരിക്കാനാണ് ആയുധ വിന്യാസമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതേസമയം സ്വന്തം ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനും വെടിവെച്ചു കൊല്ലാനുമൊക്കെ ഉത്തരവിടുന്ന സൈന്യമായി പാകിസ്ഥാൻ സൈന്യം മാറിയിരിക്കുന്നുവെന്ന് മുൻ സൈനികരടക്കം പരാതി പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമരക്കാരെ അടിച്ചമർത്താനായി പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള പട്ടാളക്കാരെയാണ് ഇറക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് പഞ്ചാബ്. പാകിസ്ഥാൻ ഭരണകൂടത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രവിശ്യയാണ് പഞ്ചാബ്. പാകിസ്ഥാൻ ഭരണകൂടത്തിലുള്ള പ്രമുഖരായ വ്യക്തികളെല്ലാം പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ ഉപയോഗിച്ചുകൊണ്ട് പാക് അധീന കശ്മീരിനെ അടിച്ചമർത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം നേരിടാനായി മുന്നോട്ടിറക്കിയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും പഞ്ചാബുകാരാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബുകാരെ ഇറക്കി പാക് അധിനിവേശ കശ്മീരിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. നിയന്ത്രണ രേഖയിലെ മറ്റ് ചില ഇടങ്ങളിലും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ, അതായത് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇതിനു മുമ്പും പലതവണ സമരത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് സമരത്തിലേക്ക് വരാൻ കാരണം പാക് അധീന കശ്മീരിലെ നിയമസഭയിൽ 12 സീറ്റുകൾ സംവരണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന കാശ്മീരി റെഫ്യൂജീസ് അല്ലെങ്കിൽ കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടിയാണത്രേ ഈ 12 സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കുന്നത്. പാക് അധീന കശ്മീരിലെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ പ്രാതിനിധ്യത്തെ നശിപ്പിക്കുന്ന തീരുമാനമാണിത് എന്നാരോപിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം സംഘടനകളും ജനങ്ങളുമെല്ലാം ഈ ഒരു നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നത്. എന്നാൽ ഇപ്പോൾ സമരം ശക്തിയാർജിക്കുകയാണ്. സ്വയംഭരണ അവകാശം നേടിയെടുക്കുന്നതുവരെ സമരമെന്ന് പാക് അധീന കശ്മീർ അറിയിച്ചിരിക്കുന്നു. വൻതോതിൽ സമരത്തെ അടിച്ചമർത്താൻ സർക്കാരും സൈന്യവും തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു.